റായ്ഗഡ് കോട്ടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റായ്ഗഡ് കോട്ടയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ശിവജിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രോഗ്രാം നടക്കുകയായിരുന്നു. വലിയ പ്രസംഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സിംഹാസനത്തിൻ്റെ പകർപ്പാണത്. സിംഹാസനത്തിന് മാതൃകയാണ് അത്. ശിവജി ഇരിക്കുന്ന ഒരു മാതൃകയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുകയില്ല, കാരണം അവിടെ വലിയ പ്രോഗ്രാം നടക്കുകയാണ്. ഇത് ആ കോട്ട വാതിലിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ്. കോട്ടവാതിൽ എന്ന് പറയുമ്പോൾ കോട്ടയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് മഹാദർവാജ അഥവാ വലിയ വാതിൽ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് 20-21 മീറ്റർ പൊക്കമുണ്ട്, അഥവാ 65-70 അടി ഉയരമുള്ള രണ്ട് വലിയ കൊത്തളങ്ങളാലാണ് ഇത് പണിതിരിക്കുന്നത്. പ്രധാന വാതിലിന് അഭിമുഖമായിട്ട് ഒരു സിംഹാസനത്തിൻ്റെ പകർപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ ആ സിംഹാസനത്തിൽ ശിവജി ഇരിക്കുന്നതായ ഒരു മാതൃക നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന സിംഹാസനത്തിൻ്റെ ആ യഥാർത്ഥ മാതൃകയല്ല. അത് നമ്മൾ ആദ്യം കണ്ടതായിരിക്കുന്ന, തുടക്കത്തിൽ തന്നെ കണ്ടിരിക്കുന്ന ആ ഭാഗത്ത് കണ്ടതായ സിംഹാസനം. അവിടെയാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ശിവാജി മഹാരാജാവിൻ്റെ സമാധിയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന നായുടെ ഒരു പ്രതിമയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാർക്കറ്റാണ്. അതിൻ്റെ ഇടതുവശത്തായിട്ട് കണ്ടില്ലേ, ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് ആനക്കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ വെളുത്ത ഷീറ്റിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അവിടെയായിരുന്നു ആനക്കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നത് എന്നാണ്. ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. എന്നാൽ അതിനു മുമ്പ് ആ സിംഹാസനത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. അതായത് ആ സിംഹാസനം കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖീകരിക്കുന്നതാണ്. അതായത് പ്രധാന വാതിലിന് അഭിമുഖമായിട്ട്. ഇവിടെയാണ് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ രാജ്യ അഭിഷേകം നടന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ മാർക്കറ്റാണ്. ഞങ്ങളോട് കൂടെയുള്ള ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് 22 കെട്ടിടങ്ങളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, അന്നത്തെ കാലത്തെ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അഥവാ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഒരു കെട്ടിടത്തിലേക്ക് 22 കെട്ടിടങ്ങളിൽ ഒന്നിലേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറി നോക്കുകയാണ്. അന്നത്തെ കാലത്തെ സൗകര്യങ്ങൾ ഒക്കെ എന്താണെന്നുള്ളത് ഒന്ന് കാണാനായിട്ട്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആനക്കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അത് കണ്ടു. പക്ഷെ അവിടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവിടെ അടച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് ആണ് വീഡിയോ എടുത്തത്. പിന്നീട് ഇനി നമ്മൾ ശിവാജി മഹാരാജാവിൻ്റെ അടക്കിയിരിക്കുന്നതായിരിക്കുന്ന ആ സ്ഥലവും നായുടെ പ്രതിമയും, അതിനുശേഷം വളരെ ദൂരെ നിന്നുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ കുറ്റവാളികളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നവരെ വലിയ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊല്ലുന്നതായൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം നമ്മൾ ദൂരെ നിന്നാണ് വീക്ഷിക്കാനായിട്ട് പോകുന്നത്. പ്രധാന വാതിലിൻ്റെ ഉൾവശത്ത് നമ്മൾ കണ്ടതായിരിക്കുന്ന ആ സിംഹാസനത്തിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അന്നത്തെ സിംഹാസനത്തിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ശിവജി മഹാരാജാവിൻ്റെ കിരീടധാരണം നടന്നത്. 1674 ജൂൺ 6 വളരെ ആഡംബരപരമായ നടന്നതായ ചടങ്ങിൽ
മറാത്ത സാമ്രാജ്യത്തിൻ്റെ രാജാവായിട്ട് അദ്ദേഹത്തെ വാഴിച്ചു. ഒരു സ്വർണ്ണപാത്രത്തിൽ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള 7 പുണ്യനദികൾ യമുന, സിന്ധു, ഗംഗ, ഗോദാവരി, നർമ്മദ, കൃഷ്ണ, കാവേരി, ഈ നദികളുടെ വെള്ളം അദ്ദേഹത്തിൻ്റെ ശിരസിലൂടെ ഒഴിച്ച് വേദകിരീട ധാരണ മന്ത്രങ്ങൾ ജപിച്ചു. അങ്ങനെ ശുദ്ധീകരണത്തിന് ശേഷം ശിവാജി തൻ്റെ അമ്മ ജീജാബായിയെ വണങ്ങി അവളുടെ പാദങ്ങളിൽ തൊട്ടു. അന്ന് 50,000-ഓളം പേർ റായ്ഗഡിൽ ചടങ്ങുകൾക്കായി ഒത്തുകൂടി. ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ശിവാജിയുടെ സമാധി സ്ഥലം കാണുവാൻ. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബൃഹത്തായ ഈ വലിയ കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് നമ്മൾ കാണുന്നത്. ആദ്യം കണ്ടതായിരിക്കുന്ന രാജ്ഞിമാരുടെ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ശിവാജിയുടെയും കൊട്ടാരവും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ കൊട്ടാരവുമൊക്കെ നമ്മൾ ഈ കാണുന്നതിനപ്പുറത്താണ്. അത് നമ്മൾ ഇതിൻ്റെ 1-ാം ഭാഗത്ത് നിന്നുകൊണ്ട് കണ്ടു. ഇപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഘടനയാണത്. ഇതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ശിവാജിയുടെ സമാധിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതിനടുത്തേക്ക് നടക്കുകയാണ്. ശിവജിയുടെ മരണം 1680 ഏപ്രിൽ മാസത്തിൽ ഹനുമാൻ ജയന്തിയുടെ തലേ ദിവസമാണ്. തൻ്റെ 50-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഭാര്യമാരിൽ കുട്ടികളില്ലാത്ത മൂത്തവളായ പുത്ലാദാബായി അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. അദ്ദേഹം ജനിച്ചത് 1630 ഫെബ്രുവരി മാസം 19-ാം തീയതി ശിവനേരി കോട്ടയിൽ വെച്ചാണ്. ഈ കോട്ട മഹാരാഷ്ട്രയിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഷാഗാജി എന്നും അമ്മയുടെ പേര് ജീജാബായി എന്നാണ്. നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ശിവാജിയുടെ സമാധി സ്ഥലമാണ്. ധാരാളം പേര് അത് കാണാനായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പരിസരത്തേക്ക് പ്രവേശിക്കുന്നുമുണ്ട്. എല്ലാവരും ചെരുപ്പ് ഊരിയിട്ട് മാത്രമേ അതിനുള്ളിൽ കയറാനായിട്ട് പറ്റുകയുള്ളൂ. ഇതാണ് മഹാരാഷ്ട്രക്കാരുടെ അഭിമാനമായ ശിവാജിയുടെ സമാധി സ്ഥലം. ഇതിനടുത്ത് തന്നെ ഒരു നായുടെ പ്രതിമയെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനോട് ചേർന്നാണ്. ആ നായ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു. വാഗ്യ എന്നാണ് ആ നായുടെ പേര്. ആ നായുടെ പേര് അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് വളരെ സ്നേഹമുണ്ടായിരുന്ന ഈ വാഗ്യ എന്ന നായ അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി മരിക്കുകയായിരുന്നു. ധാരാളം പേരവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. മറാഠ സാമ്രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുമ്പിൽ നിന്ന് ധീരതയോടെ നയിച്ച ഒരു മഹാന്റെ സമാധി സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റായ്ഗഡ് കോട്ടയുടെ നിർമ്മിതാവ് അദ്ദേഹമാണ്. ശിവജി വലിയ ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നു. ചെറുതും എന്നാൽ ഫലപ്രദവുമായ ഒരു സൈന്യത്തെ ശിവജി നിലനിർത്തി. മറാത്തയിലുള്ള കുംഭി ജാതികളിലെ കർഷകരായിരുന്നു ശിവജിയുടെ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ. തൻ്റെ സൈന്യത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് ശിവജിക്ക് നന്നായി അറിയായിരുന്നു. ഫീൽഡ് പീരങ്കൽ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന മുഗളരുടെ വലിയ നന്നായി പരിശീലനം ലഭിച്ച കുതിരപ്പടയെ നേരിടാൻ പരമ്പരാഗത യുദ്ധരീതികൾ അപര്യാപ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി.
ഇപ്പോൾ നാം കാണുന്നത് ആ നായുടെ പ്രതിമയാണ്. തൻ്റെ യജമാനനോടുള്ള സ്നേഹം കാരണം തൻ്റെ യജമാനൻ്റെ ചിതയിൽ ചാടി മരിച്ച നായുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അതങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരട്ടെ. പരമ്പരാഗതമായ യുദ്ധരീതികൾ അപര്യാപ്തമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ശിവജി ഗറില്ല യുദ്ധതന്ത്രങ്ങളിലേക്ക് പിന്മാറി. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ശത്രുക്കളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ ആക്കുകയും ശിവജിക്ക് എതിരായിട്ട് അയക്കുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന തന്ത്രങ്ങളായിരുന്നു. അക്കാലത്തെ സാവധാനത്തിൽ നീങ്ങുന്ന വലിയ സൈന്യങ്ങളുടെ ദുർബലമായ വശങ്ങൾ ശിവജി മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കോട്ടയുടെ മറ്റു ഭാഗങ്ങളാണ്. ഇതെല്ലാം കോട്ടയുടെ മറ്റു ഭാഗങ്ങളാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ടത് കോട്ടയുടെ ഉയരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4400 അടി ഉയരത്തിൽ 500 അടി ഉയരത്തിൽ നിൽക്കുന്ന കോട്ട. ആ കോട്ടയുടെ ഉയരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്കിനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു വന്ന ആ ചരിത്ര ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സൈന്യത്തിന് ആഹാരങ്ങളും സൈനികായുധങ്ങളുമായിട്ട് വളരെ സാവകാശത്തിൽ വരുന്ന ആ ശത്രുക്കൾക്ക് വരുന്നതായിരിക്കുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ ആഹാര സാധനങ്ങളും ഒക്കെ വരുന്നതിനെ ആക്രമിച്ച് അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ശിവജിയുടെ മറ്റൊരു തന്ത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ടയുടെ ഇവിടെ നിന്നുകൊണ്ട് തോക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനം നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ കോട്ടയുടെ താഴ്ന്ന ഭാഗങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മളൊന്ന് വെളിയിലേക്ക് ഒന്ന് നോക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. താഴെയുള്ള കുന്നുകളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ശിവജിയുടെ മറ്റൊരു യുദ്ധതന്ത്രമായിരുന്നു ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കി വളരെ ദുഷ്കരമായ കുന്നുകളിലേക്കും കാടുകളിലേക്കും ആകർഷിച്ച് അവിടെ വെച്ച് അവരെ വഴിതിരിച്ചുവിട്ട് അവരെ ആക്രമിക്കുക എന്നുള്ളത്. ശിവജി ഒരു പ്രത്യേക യുദ്ധതന്ത്രം മാത്രം സ്വീകരിച്ചുള്ള ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നില്ല. എന്നാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള യുദ്ധമായിരുന്നു. പെട്ടെന്നുള്ളതായിരിക്കുന്ന പതിയിരുന്നുള്ള ആക്രമണങ്ങൾ അടക്കം തുറന്ന യുദ്ധങ്ങൾ വരെയായിരുന്നു ശിവജിയുടെ ശൈലി. ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച ടക്മാക് ടോക്ക് എന്ന് വിളിക്കപ്പെടുന്ന വധശിക്ഷാ പോയിന്റ് ആയിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതായ തടവുകാരെ വെളിയിലേക്ക് വലിച്ചെറിയുന്ന പാറക്കെട്ടാണ്. അത് വേലി കെട്ടി സൂക്ഷിച്ചിരുന്നതാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടതായിരിക്കുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ കണ്ടതായിരിക്കുന്ന പടിക്കെട്ട് വെളിയിലേക്കുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ കാർ വഴിയാണ് ഉള്ളിലേക്ക് വന്നത്. എന്നാൽ കേബിൾ കാർ വഴി പോകാത്തതായ ആളുകൾക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള 1700 പരം പടികളുള്ള ആ വഴിയാണ് നമ്മൾ കണ്ടത്. ആളുകൾ ആ വഴിക്ക് മടങ്ങുന്നതായ കാഴ്ച. ഞങ്ങൾ ഈ കോട്ടയുടെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വന്ന് വെളിയിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. ഈ വാതിലിൻ്റെ ഉള്ളിലൂടെ വെളിയിലേക്ക് പോകുകയാണ്. എന്നാൽ ഇനി അകത്തേക്കുള്ള കാഴ്ചകൾ കാണിക്കുന്നില്ല. കാരണം ഈ കോട്ടയിലെ രാജ്ഞിമാരുടെ പാർപ്പിടങ്ങളും ശിവജിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വാസസ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ, ഓഫീസുകൾ, ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുകൊണ്ട്
ഇനി വീണ്ടും ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ കേബിൾ കാർ വഴി വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരമുള്ള ആ വലിയ പാറക്കെട്ടിന് മുകളിലുള്ള കോട്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാർ വഴിയാണ് ഇറങ്ങുന്നത്. താഴെയുള്ള വീടുകളൊക്കെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത്ര ഉയരത്തിലുള്ള ഒരു വലിയ പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു കോട്ടയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിലുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. നോക്കുക, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ സമയങ്ങളായി. എന്നിട്ട് പോലും താഴെയുള്ള ആ വീടുകളും മറ്റുമൊക്കെ എത്ര താഴ്ചയിലാണെന്ന് നമ്മൾ നോക്കുക. ആ പാറക്കെട്ടിൻ്റെ, ആ വലിയ പാറയുടെ ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ഇപ്പം ഞങ്ങൾ വളരെ അധികം താഴ്ചയിലേക്ക് താഴെ നിർത്തി എങ്കിൽ പോലും ഇപ്പോൾ താഴെയുള്ള വീടുകളൊക്കെ ഏകദേശം നമ്മുടെ കൺമുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അത്ര ഉയരത്തിലാണ് ഞങ്ങൾ ഈ കേബിൾ കാർ വഴി കയറിയത്. ഇല്ലെങ്കിൽ നമ്മൾ ധാരാളം സമയങ്ങളെടുത്ത് അതിലേക്കൂടെ ഈ 1750 പരമുള്ള പടികൾ കയറി വേണം നമ്മൾ കോട്ടയുടെ മുകളിലേക്ക് എത്താൻ. നമ്മൾ പൂനെയിൽ വരുമ്പോൾ രാജ്കൽ കോട്ട നമ്മൾ കാണാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ശക്തമായ കോട്ടയിലൊന്നാണ് ഇത്. ശിവജി മഹാരാജിൻ്റെ തലസ്ഥാനമായിരുന്നു. അടിത്തട്ടിൽ നിന്ന് 820 മീറ്റർ അഥവാ 2700 അടി ഉയരമുള്ള ഈ പർവ്വതത്തിന് മുകളിലാണ് ഈ കോട്ട നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ കോട്ടയിലേക്ക് കടക്കാൻ 1737 പടികൾ ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വരുമ്പോൾ നമ്മൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കേബിൾ കാർ വഴി മുകളിലേക്ക് കയറാം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആധാർ കാർഡ് എടുക്കണം. താഴെ നിന്ന് നോക്കുമ്പോൾ ഈ കോട്ടയിൽ ഈ കുന്നിൻ്റെ മുകളിൽ, ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോട്ടയുണ്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒന്നാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട പ്രിയമുള്ളവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ വീഡിയോയുടെ 1ാം ഭാഗം കണ്ടില്ലെങ്കിൽ ദയവായിട്ട് അത് കാണുക. അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായി മനസ്സിലാകുകയുള്ളൂ. എല്ലാവർക്കും നന്ദി.